അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ഹർത്താലിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ താങ്കൾ ഇന്ന് വരുന്ന വഴിക്ക് ഹർത്താലിന് എങ്ങനെയുണ്ടായിരുന്നു വഴിയിലെ സാഹചര്യങ്ങളൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പേടിച്ചിട്ടാണ് ഇറങ്ങിയത് തന്നെ. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് 15-ാം തീയതി വരെ വളരെ തിരക്കുള്ളതാണ്. അപ്പം കാസർഗോഡ് ജില്ലയിലെ എല്ലാ മുക്കുമൂലയും എത്തേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു ദിവസം ഒന്ന് മിസ്സാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, എനിക്ക് ഭയങ്കര നഷ്ടമാണത്. അപ്പം ഞാൻ പാണത്തൂരാണ് എൻ്റെ നാട്, പാണത്തൂർ കരിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം എൻ്റെ വളരെ കിഴക്കേ അറ്റത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം പാണത്തൂർ വളരെ ശാന്തമായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ അവർ വാഹനം ഓടിക്കുന്നവരോടൊക്കെ സഹകരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, നന്ന രീതിയിൽ അവരെന്നെ അവിടെ നിന്ന് ഞാൻ വന്നു. പിന്നെ വരുന്ന വഴിക്ക് പിന്നെ കിട്ടിയത് കോളിച്ചാലാണ്. കോളിച്ചാൽ ഞാൻ അവരെ കുറച്ച് സമര അനുകൂലികൾ അവിടെ നിൽക്കുന്ന സമയത്ത് വണ്ടി സൈഡാക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, പോയിക്കോ, കുഴപ്പമൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാലക്കല്ല് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുമായിരുന്നു ചെയ്തത്. കാസർഗോഡ് അവിടെ ഒന്നും വഴിക്കൊന്നും ഒരു പ്രശ്നമില്ല, സാധാരണ പോലെ തന്നെ വണ്ടി. ഒരു സമാധാന അന്തരീക്ഷമായിരുന്നു എന്ന് നമ്മളെ റോഡിൽ കാണാൻ സാധിച്ചത്. വളരെ സമാധാനമായിരുന്നു. അതും പോരാഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഹർത്താലിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് വന്നിട്ടില്ല. കാരണം വെച്ചാൽ പ്രൈവറ്റ് ബസ്സൊന്നും ഓടിയിട്ടില്ല. അതേപോലെ തന്നെ KSRTC ബസ് 1-2 കണ്ടായിരുന്നു. കടകളൊക്കെ കുറച്ച് തുറന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അല്ല, ശരിയല്ലേ? നമ്മുടെ ചിന്തകളും ശൈലികളും, കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു അടച്ചിട്ട് കഴിഞ്ഞാലുള്ള നഷ്ടങ്ങൾ, അതുപോലെ തന്നെ അത് മനസ്സിലാക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സമരം വേണമെന്ന് അന്ന് അറിയിക്കുകയും ചെയ്തു, പൊതുജനങ്ങളെ അറിയിച്ചു. കാരണം എന്ന് വെച്ചാൽ വിലക്കയറ്റത്തിനെതിരെയും അപ്പം കേന്ദ്ര നയങ്ങൾക്കെതിരെയും ഒരു സംഭവം, ഒരു കാര്യങ്ങൾ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്നുമുണ്ട്. അതേപോലെ തന്നെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നടന്നു പോകണമെന്നും സമര അനുകൂലികൾ തന്നെ തീരുമാനിച്ച ഒരു നല്ലൊരു ഇതായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സമാധാനപരമായ ഒരു ഹർത്താലായിരുന്നു നമ്മൾ ഇന്ന് കണ്ടത് വളരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, സമാധാനപരമായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ, അവരാണ് ഇതിൻ്റെ ഒരു ഗ്രേറ്റ് എന്ന് പറയുന്നത്. സാധാരണ ഹർത്താലുകളിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വഴിയിലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ഹർത്താലിൽ അങ്ങനെ ഒരു സംഭവം നിലവിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഒന്നുമില്ല, എല്ലാ സ്ഥലത്തും പോലീസുകാരുണ്ട്. ഞാൻ വരുന്ന വഴിക്കെല്ലാം പോലീസുകാരുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇറങ്ങി ചെറുക്കള, കാസർഗോഡ് ഇങ്ങനെ ചുറ്റി കാഞ്ഞങ്ങാട് എത്തി. കാഞ്ഞങ്ങാട് നമ്മളിങ്ങനെ കറങ്ങി ഫുൾ ഏകദേശം ഈ ഏരിയ. വടക്കേറ്റത്ത് പോയിട്ടില്ലെന്നേ ഉള്ളൂ, അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. എന്നാലും ഏകദേശം ഞാൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ കാസർഗോഡ് ജില്ല ഫുള്ള് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇന്ന് ഏറ്റവും പ്രധാനപ്പെടുന്ന ഹർത്താലല്ലേ നമ്മളെ സംബന്ധിച്ചിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.